നിഹാൽ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നല്ല ചിക്കൻ റോസ്റ്റും പിന്നെ അതേപോലെ തന്നെ ചൂട് പുട്ടുമാണ് ഇന്നത്തെ സ്പെഷ്യല്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യമേ തന്നെ ചിക്കൻ നന്നായി കഴുകിയതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ചിക്കനിൽ നന്നായി യോജിപ്പിച്ച് നമ്മൾ ചൂട് എണ്ണയിൽ ഓരോ ചിക്കനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ ആ എണ്ണയിൽ തന്നെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം കൂടി നന്നായി ആ എണ്ണയിൽ വഴറ്റി കൊടുക്കാം. നന്നായി വഴന്ന് വരുമ്പോൾ തന്നെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ തന്നെ നന്നായി തെളിഞ്ഞ് വരണം എണ്ണ. അങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മളൊരു പകുതി മുറി തേങ്ങ എടുത്തിട്ട് നന്നായി അരച്ച് ആ തേങ്ങാപ്പാൽ മാത്രം എടുത്തിട്ട് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് നന്നായി അങ്ങോട്ട് യോജിപ്പിക്കുക. ഇതിനകത്ത് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ആ തേങ്ങാപ്പാൽ മാത്രമാണ് ഒഴിച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നല്ല കുറുകിയിട്ടുള്ള കറിയാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ, കറണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ഇത് ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞങ്ങളിവിടെ മിക്കപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കറിയാണ് ഇത്. അപ്പോൾ ഞങ്ങളുടെ കറിയുടെ പണി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി പുട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ പുട്ട് ഞാനിവിടെ നേരത്തെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പുട്ട്. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്, അടുത്തത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ചുട്ട് അങ്ങനെ എടുത്തു. ഇവിടെ കറണ്ട് പോയതുകൊണ്ടിട്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഓരോ പുട്ടായിട്ട് ചുട്ട് ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് മക്കൾ കളിക്കുന്നുണ്ട്. കറണ്ട് പോയിരിക്കുകയാണ്. നല്ല മഴയും ഇടിവെട്ടും കാറ്റൊക്കെ ഉള്ള സമയമാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ പുട്ടും കൂടിയാണ് ഞാനിവിടെ ചുട്ട് വെക്കുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അങ്ങനെ കുറേ നേരം വരെ കറണ്ട് വരുന്ന ലക്ഷണം കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വരെയും കിച്ചണിലായിരുന്നു കേട്ടോ. ചായയും കൂടി വെക്കണമായിരുന്നു. കട്ടൻ ചായയൊക്കെ വെള്ളം വെച്ചു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ പുട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. വെള്ളം തിളച്ചു, ചായ റെഡിയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കറണ്ട് പോയത് കൊണ്ടിട്ട്. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ കറണ്ട് വന്നത്. അപ്പോൾ കറണ്ട് പോയതിൻ്റെ ഒരു സീനാണ് ഇവിടെ കുട്ടികളുടെ എടുത്തിരിക്കുന്നത് ഞാനിവിടെ. അപ്പോൾ കുട്ടികളാണെങ്കിൽ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ നേരം വരെയും കളിച്ചു അവർ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കറണ്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ഷണ സാധനങ്ങളൊക്കെ മൂടി വെച്ചിരിക്കുകയാണ്. പ്രാണിയുടെ ശല്യം ഇവിടെ നല്ല കൂടുതലാണ്. അപ്പോൾ കുറേ നേരം വരെയും പിള്ളേരങ്ങനെ കളിക്കുകയായിരുന്നു. പിന്നെ വിശക്കണമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യുമെന്നും പറഞ്ഞ് അങ്ങനെ കുറേ നേരം വരെ അവിടെ ഇരുന്നു. പിന്നെ ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കറണ്ട് വന്നത്. പിന്നെ മോനിങ്ങനെ എപ്പോഴാണ് വന്നാന്നും പറഞ്ഞിരിക്കുകയാണ്. അവൻ കറണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കറണ്ടൊക്കെ വന്നു. ഇപ്പോൾ കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ചായ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ എല്ലാവരും കൂടി ചായ കുടിക്കാനായിട്ട് പോണേണ്. ഇപ്പോൾ കറണ്ട് വന്നോട്ട് നമ്മുടെ കറണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ റെഡി ആയിരിക്കുകയാണ് കുട്ടികളും എല്ലാവരും. അപ്പോൾ ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് റെഡി ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തു. അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി കറിയാണിത്. അപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഇന്നത്തേത് ഇതാണുള്ളത്. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ, സീ യു, ബൈ.